ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മൊഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിന് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ നാളെ വരാനിരിക്കുന്ന മഴതോറും മുമ്പേ സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോ ഞാൻ പറയാൻ പോകണം കേട്ടോ. അപ്പം ചെറിയൊരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ നമുക്കിന്ന് പ്രൊമോ ഒരുപാട് വൈകിയാണ് കിട്ടിയത്. അതുകൊണ്ടാട്ടോ ഇത്രയും ലേറ്റായി പോയത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞങ്ങോട്ട് നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനോടൊപ്പം സ്ഥിരമായിട്ടുള്ള പല്ലവി തന്നെയാണ്. നമ്മുടെ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോസിന് എനിക്ക് കിട്ടിയ ലൈക്ക് ഡെയിലി ഒരു 1-2 അല്ലെങ്കിൽ ഒരു 10 ലൈക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഒരു 300 കൂടുതൽ ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻസും ഒരുപാട് നല്ല നല്ല കമൻസുകളും എല്ലാ രീതിയിലും നല്ലൊരു സപ്പോർട്ട് എനിക്ക് എൻ്റെ മുത്തുമണീസിൻ്റെ നിന്ന് കിട്ടുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തെ വിശേഷത്തിലോട്ട് പോവാണ്. അതായത് നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തും അമ്പലത്തിലൊക്കെ പോയി നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരെയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നു. ബാലചന്ദ്രൻ ഇവർ വന്നപ്പോൾ ബാലചന്ദ്രൻ അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായോ മോളെന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, ജംഗ്ഷനിൽ കുറച്ച് പേരൊക്കെ ഒന്ന് രോഹിത്തിനെ ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമം നടത്തിയച്ചാൽ ഞാനൊരു പിന്നൊക്കെ വെച്ചിട്ട് അതിൽ ഒരാളെ കൈക്കിട്ട് ഒരു കുത്തൊക്കെ കൊടുത്തു, എൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരൊന്ന് പേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ എങ്കിൽ പിന്നെ പോലീസിനെ അറിയിക്കണമല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പൊക്കെ മോള് എൻ്റെ ഫോണിലോട്ട് ഒന്ന് സെൻഡ് ചെയ്തേക്കാനായിട്ട് ബാലചന്ദ്രൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ട് അകത്തൊക്കെ കയറി പോവാണ്. രോഹിത്തിന് നല്ലൊരു മാറ്റമുണ്ട്. പുറത്ത് പോയി വന്ന് ആകെ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറി. ആ ഒരു ഒറ്റ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂകനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയല്ലായിരുന്നോ, അതൊക്കെ ഒന്ന് മാറി ആൾ നല്ലൊരു മൈൻഡൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ രോഹിത് റൂമിലോട്ട് പോവാണ്. ആ സമയം നമ്മുടെ വൈജയന്തി ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോണതും വരണതും വൈജയന്തിക്ക് ഇതൊന്നും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ മകനെ കൂടി അവൾ കയ്യിലെടുത്തു. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എല്ലാം അവൾ വന്ന് കയറി എൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ അങ്ങ് അവൾ കയ്യിലെടുത്തു എന്നുള്ള ഒരു രീതിയൊക്കെ ആയിരുന്നു കേട്ടോ. വൈജയന്തിക്ക് അത് ഒട്ടുമേ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ നമ്മുടെ അലീനയുടെ അടുത്ത് ഓടി ചെല്ലാണ്. എന്തു പണിയാണ് അലീന ചേച്ചി കാണിച്ചത്? എൻ്റെ അടുത്തും കൂടെ ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? അമ്പലത്തിൽ പോവുമെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? എടി പൊന്നു മോളെ, ഞങ്ങൾ അമ്പലത്തിലേക്കായിട്ട് അങ്ങനെ പോയതല്ല. ഞങ്ങൾ നടന്ന് റോഡ് അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് എത്തിയപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി. അപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് അമ്പലത്തിൽ കൂടെ കയറി ഒന്ന് തൊഴുത് വരാമെന്ന് കരുതി കയറിയതാ. എന്നാൽ നമുക്ക് നാളെ പോകാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനെ ഒന്ന് വിളിക്കുകയാണ്. അലീന ഫോണിൽ പിടിച്ച് ആ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറിയൊരു കയ്യേറ്റ കളിയൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ബാലചന്ദ്രൻ്റെ മൊബൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ഗോവർദ്ധന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നാളെ ഇവർ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒരു കയ്യേറ്റക്കളി ഉണ്ടാവുമല്ലോ ഗോവർദ്ധ, അതുകൊണ്ട് ഇത് നമുക്കൊരു താക്കീത് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയും, ബാലേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഇത് വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എടാ, നാളെ എൻ്റെ അലീന പുറത്തിറങ്ങണോ അല്ലെങ്കിൽ രോഹിത്ത് പുറത്തിറങ്ങണോ, എൻ്റെ പെൺകുട്ടികൾ രണ്ടുപേരും ഇറങ്ങണോ, ഇതുപോലെയൊക്കെയുള്ള കളിയാക്കലും അല്ലെങ്കിൽ കയ്യേറ്റവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു താക്കീത് കൊടുത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ബാലേന്ദ്രൻ പറഞ്ഞു, ഓവറാവണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി, അതൊക്കെ ഞാൻ ഏറ്റു ബാലേട്ടാന്ന് ഗോവർദ്ധനം പറയണം കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിക്ക് ടെൻഷൻ അടിച്ച് ആകെ മൈൻഡൊക്കെ ഒരു ഡിപ്രഷനായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് താൻ എന്താ ചെയ്യേണ്ടത്? കാര്യം എന്ന് വെച്ചാൽ ഒരു വീടെടുത്തിട്ടു, അഡ്വാൻസും കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടൊക്കെയാണ്. പക്ഷേ എങ്ങനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ പോകും? പുള്ളിക്കാരത്തിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? ബബിതേനെയും രോഹിത്തിനെയും കൂടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഇതിപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ കൂടപ്പിറപ്പുകൾ ആരും തന്നോടൊപ്പമില്ല, ഭർത്താവില്ല, മക്കൾ 3 പേരും എല്ലാവരും തൻ്റെ കയ്യിൽ നിന്ന് അകന്ന് മാറിപ്പോയി. ആ ഒരു രീതിയാണ്. അപ്പം ആകെ ഒരു വല്ലാത്ത ഡിപ്രഷനാണ്. ആഹാരം പോലും എന്ന് വെച്ചാൽ ആ വീട്ടിൽ തനിക്കായിട്ടൊരു വിലയില്ല എന്നൊക്കെയുള്ള സ്വയം ചിന്ത
ചിന്ത ഇങ്ങനെ ചിന്തിച്ച് ഓരോന്നും ഇങ്ങനെ കാട് കയറി കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ഗംഗാധരൻ വിളിക്കുന്നത്. കറക്റ്റ് ടൈമല്ലേ, ഉള്ള ദേഷ്യം എല്ലാം കൂടെ അടക്കി പിടിച്ച് നമ്മുടെ വൈജയന്തി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗംഗാധരൻ വിളിക്കുന്നത്. ഗംഗാധരൻ വിളിച്ചു. ഇതാരാ വിളിക്കണേന്ന് പറഞ്ഞ് വൈജ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, എന്താ വൈജയെ, നിനക്ക് എന്താ വിശേഷം, സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് പരമാനന്ദ സുഖമല്ലേ, എൻ്റെ 2 ആങ്ങളമാർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടല്ലേ പോയത്, പിന്നെ എനിക്ക് സുഖം ഉണ്ടാവാണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ചാടി അങ്ങോട്ട് കയറുകയാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഗംഗേട്ട ഒന്ന് വിളിച്ച് തിരയ്ക്കുമോ, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എന്തെങ്കിലും കഴിക്കണുണ്ടോ, എനിക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും വിളിച്ച് തിരയ്ക്കുമെന്നും പറഞ്ഞ് വൈജി അങ്ങോട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമയം ഗംഗാധരൻ പറഞ്ഞു, അത് കൊള്ളാം, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട്, പിന്നെ അലീനയുണ്ട്, അലീന നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണേ. പിന്നെ അലീന അവളെ ചിലവിലല്ലേ ഞാനിവിടെ കഴിയണത് എന്നും പറഞ്ഞ് 1ഉം 2ഉം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈജയും ഗംഗാധരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ കിടന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവസാനം നിവർത്തി കെട്ട് ഗംഗാധരൻ ആ കോൾ അങ്ങ് കട്ട് ചെയ്യണ്. കാരണം രക്ഷയില്ല. എന്താ പറയണേ, നമ്മൾ ഒച്ച് പിടിച്ച് ഇങ്ങനെ ഒച്ച് നമ്മളെ കയറി പിടിക്കുമെന്ന് പറയണ ഒരവസ്ഥയുണ്ട്. ഇളകി പോകത്തില്ല, ആ രീതിയിലാണ്. ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ പിന്നെ തീർന്നു, ആ ഒരവസ്ഥയാണ്. അതുകൊണ്ട് നിവർത്തി കെട്ട് നമ്മുടെ ഗംഗാധരൻ ഫോൺ അങ്ങ് വെക്കുകയാണ്. ഇതേ സമയം അന്നേ ദിവസം വൈകിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അലീന റെഡിയാക്കി. അപ്പോൾ എല്ലാവരും താഴെ ഡൈനിങ് ടേബിളിൽ വന്നായിരുന്നു. അപ്പോൾ വൈജയന്തിയെ ചെന്ന് കൃഷ്ണമോള് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞ്, അതെ, ഇനി മുതൽ ഭക്ഷണം ആകുമ്പോൾ ഓരോരുത്തരെയും പോയി അങ്ങനെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. വിശപ്പുണ്ടെങ്കിൽ വന്ന് കഴിച്ചോളും. ഭക്ഷണം ആകുമ്പോൾ നീ പറഞ്ഞാൽ മതി ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന്. അല്ലാണ്ട് ആരെയും ചെന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരലൊന്നും ഇനി തൊട്ട് ഇവിടെ വേണ്ട എന്നുള്ളത് നമ്മുടെ ബാലചന്ദ്ര കണിശം അങ്ങോട്ട് പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉർമിള നായർ, നമ്മുടെ ഒരു പുതിയ കഥാപാത്രമാണ്, പുതിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഉർമിള നായർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉർമിള നായർ മറ്റേ ത്യാഗഭവനിൽ പോയിട്ട് തിരിച്ച് വന്നത് മുതൽ ചിന്നുമോളുടെ മുഖം തന്നെ ഉർമിള നായരുടെ മുഖത്ത്. കാരണം ഉർമിള നായർ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കണം, അവർ വീട്ടിലെത്തിയല്ലോ. അപ്പം അവർക്കൊരു ആൺകുട്ടിയെ ദത്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ ആ ഒരു ഓർഫനേജിൽ പോയത്. പക്ഷെ അവിടെ ചെന്ന് ഈ ചിന്നുമോളെ കണ്ട് ചിന്നുമോളുടെ ആ ചിരിയും തമാശയും ആ ഒരു കുഞ്ഞുകുട്ടിയുടെ ആ ഒരു കുട്ടിത്തോക്കം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ നമ്മുടെ ഉർമിളയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ തീരുമാനിക്കുന്നത് നമുക്ക് എന്നാൽ 2 കുട്ടികളെയും കൂടെ ദത്തെടുത്താലോ എന്നൊക്കെയുള്ള പല ചിന്തകളും അവരുടെ ഇടയിൽ വരെയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കോടതിയിൽ കേസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിയാണ്. കാരണം ഹരിക്ക് എന്തായാലും ജാമ്യം കിട്ടില്ല. പോക്സോ കേസ് നിൽക്കുന്ന പക്ഷം ഹരിക്ക് എന്തായാലും ജാമ്യം കിട്ടില്ല. അപ്പോൾ ശിവശങ്കറിനും കമലയ്ക്കുമൊക്കെ ആകെ ടെൻഷനാണ്. മനുവിനും അതിനേക്കാളേറെ ടെൻഷനാണ്. പക്ഷേ മനു അത് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഒത്തിരി ഓവറായിട്ട് പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ കമലയെ ഭയങ്കരമായിട്ട് ടെൻഷൻ കയറിയിട്ട് കമല ചെന്ന് നമ്മുടെ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മനു, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോയെന്ന് ഒന്ന് നോക്ക്, നീ ആ അലീനയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഹരിക്കൊന്ന് പുറത്തിറങ്ങാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോയെന്ന് ഒന്ന് നോക്കും മോനെ. ബാക്കിയുള്ള 2 പേർക്ക് ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ ഹരി മാത്രം ജയിലിൽ കിടക്കുമ്പോൾ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരമ്മ എന്ന നിലയിൽ കമലയുടെ ഉള്ളിലുള്ള ആ ഒരു വികാരമാണ്. പക്ഷേ മോൻ ചെയ്ത തെറ്റ് അത്രത്തോളം ആ ഒരു എന്താ പറയണത്, അത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആ ഒരു ചിന്താഗതിയൊന്നും കമലയുടെ ഉള്ളിൽ വരുന്നില്ല. മോന് ജയിലിൽ നിന്ന് ഇങ്ങനെ പുറത്തിറക്കുക എന്നുള്ളത് അതിപ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു വികാരമാണ്. അത് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ എങ്കിലും മോൻ ചെയ്തേക്കുന്ന ആ നീച പ്രവൃത്തിയെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഒന്നുമില്ല. അത് ന്യായീകരിക്കാനേ അവർക്ക് ഉള്ളൂ നേരം. അപ്പം മനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് പറഞ്ഞു. അപ്പം മനു പറഞ്ഞു, അമ്മയുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഒരിക്കലും അലീന ശരണ്യയുടെ മുന്നിൽ ഹരിക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും ഉച്ചരിക്കില്ല. അത് ഉറപ്പായ കാര്യമാണ്. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അമ്മ ചെന്ന് അവൾ അലീനയുടെ കാല് പിടിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശിവശങ്കരനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ശിവശങ്കരൻ ആ ജോലി ഉപേക്ഷിച്ച് ഈ കേസ് തുടങ്ങിയത് മുതൽ തൻ്റെ മകന് വേണ്ടിയിട്ട് ഇനി പോകാനോ കയറി ഇറങ്ങാനോ ഒരു പടിവാതിൽ പോലും ഇല്ല. ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ
കൂടുതൽ കാര്യങ്ങൾ ശിവശങ്കരൻ ചെയ്യാണ്. ഉറങ്ങിയിട്ട് എത്ര നാളായി. ഒരു മകൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന, സഹോദരനാണെങ്കിലും അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഒന്നാമത് ഇത്രയും നാണം കെട്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മുന്നിൽ നാണം കെട്ട ഒരു കേസും കൂടെയാണ്. അപ്പോൾ ശിവശങ്കരനും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂട. ഒടുവിൽ ശിവശങ്കരൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, എങ്ങനെയാണെങ്കിലും അലീനയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഹരിക്ക് വേണ്ടിയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അവളെ നിരസിച്ച് കളയോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ശിവശങ്കരൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ശിവശങ്കരൻ തീരുമാനിക്കുകയാണ്, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കേസ് വന്ന് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കൂടെ 3 പേരിൽ 2 പേര് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മോൻ അതൊട്ടും തന്നെ താങ്ങാൻ പറ്റില്ല. അവൻ വിചാരിക്കില്ല അവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് ശിവശങ്കറിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ആകെ ഒരു ടെൻഷനായിട്ട് എന്തായാലും ശിവശങ്കർ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു, അലീനയെ പോയി കാണാം എന്നുള്ള തീരുമാനം എടുത്തൊക്കെയാണ്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന എപ്പിസോഡിൽ ഏകദേശം ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ ഈ പറയണത്. കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. നമ്മൾ കഥ ബേസ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു ലെവലിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഉർമിള നായരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഉർമിള നായർ ചിന്നുമോളെ ദത്തെടുക്കുകയാണ്. ചിന്നുമോളെ ദത്തെടുക്കുന്ന വഴി ഇനിയിപ്പോൾ നമ്മുടെ ടോണി ഈ കുട്ടിയുടെ ചിന്നുമോളെക്കുറിച്ചും അല്ലെങ്കിൽ ഷെറിൻ്റെ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തിരക്കി ടോണി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ടോണി ഇറങ്ങി ഒടുവിൽ ചിന്നുമോൾ ഷെറിൻ്റെയും ജിജോയുടെയും കുട്ടിയാണെന്നുള്ളതൊക്കെ തെളിഞ്ഞു വരും. ആ സമയത്ത് ഈ ദത്തെടുക്കുന്നവരിൽ നിന്നും പിന്നെ ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഈ കുട്ടിയെ തിരിച്ചു കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈജയന്തിക്ക് ഇനി മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും നോ രക്ഷ. കാരണം എന്ന് വെച്ചാൽ തൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട ഒരു ജയിൽവാസം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനാണ് വൈജയന്തി നേരിടുന്നത്. പിന്നെ നമ്മുടെ ഹരിയെ കുറിച്ച് ഓർത്ത് ഹരിയുടെ ഫാമിലി ആരൊക്കെയാണ്, നമ്മുടെ ശിവശങ്കരനും കമലയും മനുവും അവരങ്ങനെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഇനി ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഒരു സിനിമ സ്റ്റൈല് സ്റ്റോറി പോലെ പോകുന്നില്ലേ. ഒരു ദിവസമാണെങ്കിലും നമുക്ക് ആ ഒരു നോവൽ പ്രൊമോ കിട്ടാണ്ട് വരുമ്പോൾ എനിക്കും നാളെ എന്താകും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അല്ലേ, ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും വൈകിട്ടാണെങ്കിലും ഞാൻ ഈ സീരിയൽ പ്രൊമോ ഇപ്പോൾ ഇടുന്നത് എന്നെപ്പോലെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒത്തിരി മുത്തുമണീസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ ഉറങ്ങിക്കാണും, എന്നാലും രാവിലെ ആണെങ്കിൽ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ പ്രൊമോ വന്ന് കിടക്കുമ്പോൾ അവർ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. സ്റ്റാർ ബട്ടൺ ഹൈപ്പ് ആരും മറന്നു പോകരുത്, അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറയുന്നു. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.